ക്രിക്കറ്റിൽ തന്നെ പകരക്കാരില്ലാത്ത പ്രതിഭകളിൽ ഒരാളാണ് മഹേന്ദ്ര സിംഗ് ധോണി. ഇതിഹാസ തുല്യമായ തന്റെ കരിയർ കൊണ്ട് IPL-ലെ വെന്നിക്കൊടി പാറിച്ച ധോണിയെ ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് തല എന്നത്. തലൈവൻ അഥവാ നായകൻ എന്ന് അർത്ഥം വരുന്ന പേര് CSK ആരാധകൻ ധോണിക്ക് ചാർത്തി നൽകിയതാണ്. ഇപ്പോഴത്തെ ധോണിയെ എന്തുകൊണ്ട് തല എന്ന് വിളിക്കുന്നുവെന്നും അത് എങ്ങനെയാണ് താരത്തിന് യോജിക്കുന്നതെന്നുമൊക്കെ തുറന്നു പറയുകയാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ ഗവാസ്കർ. സ്റ്റാർ സ്പോർട്സ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് ധോണിയുടെ ക്യാപ്റ്റൻസിയും നേതൃത്വ പാഠവുമൊക്കെ എങ്ങനെ ടീമിനെ സ്വാധീനിക്കുമെന്ന കാര്യം ഗവാസ്കർ തുറന്നു പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത നഗരങ്ങളിൽ നിന്നുമുള്ള കളിക്കാരാണ് IPL കളിക്കുന്നത്. IPL കിരീടം ഉയർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ നിങ്ങൾ അവരെ ഒരുമിച്ച് മുന്നോട്ട് നയിക്കണം. ഗവാസ്കർ IPL ടീമുകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ സൂചിപ്പിച്ചുകൊണ്ട് പരിപാടിയിൽ പറഞ്ഞു. വെറും 6 ആഴ്ചയാണ് ടൂർണമെന്റ് ജയിക്കാൻ നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ചില മികച്ച കളിക്കാരെ പോലും ടീം കോമ്പിനേഷൻ നിലനിർത്താൻ പുറത്തിരുത്തേണ്ടി വരും. എന്നാൽ അവർ ഉപയോഗമില്ലാത്ത ആളുകളാണെന്ന് തോന്നാൻ അവരെ ഒരിക്കലും അനുവദിക്കരുത്. ഇതിനാദ്യമായി അവരെ ടീമിന്റെ അവിഭാജ്യ ഘടകമായി നിലനിർത്തണം. അതിനുള്ള കഴിവ് MS ധോണിക്കുണ്ട്. അക്കാരണം കൊണ്ടാണ് അയാൾ തലയായത്, സുനിൽ ഗവാസ്കർ തുറന്നു പറഞ്ഞു. അതേസമയം IPL 17ാം സീസൺ പുരോഗമിക്കവേ ധോണിയുടെ വിരമിക്കലിനെ കുറിച്ചുള്ള ചർച്ചകൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ MS ധോണി എന്ന അതികായനെ അവസാനമായി ക്രിക്കറ്റ് പിച്ചിൽ കാണുക ഈ സീസണിൽ ആവുമെന്നാണ് പല ക്രിക്കറ്റ് പണ്ഡിതരുടെയും വിലയിരുത്തൽ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ധോണിയുടെ ഈ വിരമിക്കലിനെ കുറിച്ച് എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ.